നമസ്കാരം. ഇത് കേരളത്തിലെ പഴക്കമേറിയ പാരമ്പര്യമുള്ള നമ്പൂതിരി തറവാടുകളിൽ ഒന്നായ പാലശ്ശേരി മന. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സർഗലയം യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പുരാതന ഇല്ലത്തിൻ്റെ പരിസരത്താണ്. അതായത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള കരിക്കാട്ടെ പാലശ്ശേരി മനയിൽ 130 വർഷം പഴക്കമുള്ള ഈ ഇല്ലത്തിൻ്റെ ചരിത്രവും കാഴ്ചകളും നമുക്ക് കാണാം. ദൃശ്യങ്ങളിലേക്ക് പോകാം. പഴമയുടെ ചാരുത നിറഞ്ഞു നിൽക്കുന്ന പാലശ്ശേരി മനയുടെ മുറ്റത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. എൻ്റെ പ്രിയ സുഹൃത്തും അധ്യാപികയുമായ പരിമള കേശവനും എന്നോടൊപ്പമുണ്ട്. ഈ കാണുന്നത് തറവാടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസാണ്. ഇത് 4 കെട്ട്, കെട്ടും നടുമുറ്റവുമാണിത്. ഈ പുരാതന ഇല്ലത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായി ഞങ്ങളോടൊപ്പം ഇപ്പോഴത്തെ കാരണവരായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ പത്നി പാർവതി അന്തർജനവുമുണ്ട്. ആയിരത്തി 1889 നിർമ്മിച്ച തറവാട് ആണിത്. കാലപ്പഴക്കമുണ്ടെങ്കിലും അധികം കേടുപാടുകളൊന്നും സംഭവിച്ചായി കാണുന്നില്ല. വീണ്ടും നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ ഇത് ഈ കാണുന്നതാണ് വടക്കിനിയാണ് ഈ കാണുന്നത്. വടക്കിനിയോട് ചേർന്ന് അടുക്കളയിൽ നിന്ന് വെള്ളം കോരുന്ന വിധത്തിൽ ഈ കതക് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുന്നതാണ് അടുക്കളക്കിണർ. അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരുന്ന സംവിധാനമാണ്. പഴയ അടുക്കളകൾക്കൊക്കെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിത് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഈ ചരിത്രമൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഈ അടുക്കള കിണറിനോട് ചേർന്ന് തന്നെ ഒരു കുളം ആണ് ഈ കാണുന്നത്. ഈ കുളത്തിലാണ് സ്ത്രീകൾ പാത്രം കഴുകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇരുവേറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അത് 1860-ലാണ്. വന്നതിന് ശേഷമാണ് പിന്നെ ഇല്ലം പണി എടുത്തത്. ഇവിടെ ചെറിയൊരു ഇല്ല ഉണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പ്, അത്ര വലിപ്പമൊന്നുമില്ല. അതിന് ശേഷമാണ് 1889 തന്നെയാണ്. ഇതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഇത് വടക്കേ കെട്ട്, അവിടെ ഒരു കെട്ട് ഉണ്ടല്ലേ, അത് 4 കെട്ട്. ഇത് വടക്കേ കെട്ട്. അങ്ങനെ 2 നടുമിറ്റം ഉണ്ടെങ്കിൽ 8 കെട്ടാണ്. മരാട്ട് 16 കെട്ടാണ്. മരാട്ട് മനയിൽ 16 കെട്ടുണ്ട്. കാരണം 4 നടുമുറ്റം, 2 ആണെങ്കിൽ 8 കെട്ട്. ഇതാണ് ഇവിടുത്തെ നടുമുറ്റവും. ഇങ്ങനെ ഒരു പടി ഉണ്ടായിരുന്നു. ഇല്ല, ഇതെന്താ പറയുക, ഇവിടെ ഇത് ഈ ഓണക്കാലത്തെ ഇവരില്ലാത്ത സമയത്ത് ഞങ്ങൾ മരുന്ന് അടിച്ചു. കൊല്ലത്തിന് 2 പ്രാവശ്യം മരുന്ന്. ലൈറ്റ് ഇല്ലല്ലേ, കറണ്ട് ഇല്ലല്ലേ ഇവിടെ ഒന്നും. ഇത് കാണാൻ പറ്റുമോ കേട്ടോ ജെസ്സി? എന്തോ ഈ ചുമരിന്റെ പ്രത്യേകത അറിയില്ല. എല്ലാത്തിലും മണ്ണാണ് അതിന്റെ ഗുണം. വേറെ തണുപ്പായിരിക്കും അല്ലേ, കൂളിംഗ് ആണ്. ഇതിനെന്താ മിക്സ്? ഇല്ല, വെറും മണ്ണ്. നല്ല കളറുള്ള സ്ഥലത്തുനിന്ന് പിന്നെ തണുപ്പ്. ഇതിന്റെ ഗുണം എന്താ വെച്ചാല് നമുക്ക് ചിലപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഒരു വോമിറ്റിംഗ് ഒരു ഇത് തോന്നില്ല, ടെൻഡൻസി തോന്നില്ലേ. ആ സമയത്ത് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് കളിച്ചിട്ട് ഇങ്ങനെ വാസന 5 മിനിറ്റ് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തോന്നുമ്പോൾ പച്ചവെള്ളം ഒഴിച്ച് ചുമരയിൽ വാസനിച്ചാൽ അതങ്ങ് മാറും അല്ലേ. പുതുമണ്ണിന്റെ വാസന വരും. പോയി നനയ്ക്കണല്ലേ. അതല്ല, ഇതൊക്കെ ഇങ്ങനെ നല്ല ഇതുകൊണ്ടൊക്കെ ഉരച്ച് അല്ലേ പണിക്കാര്. എല്ലാ കൊല്ലവും മാറ്റണേ മണ്ണേ.
കോണിപ്പടി അല്ലേ? ആ ലൈറ്റ്. ഓ ഓരോ കുഞ്ഞു കുഞ്ഞു മുറികൾ, അന്നത്തെ മുറികൾ. ആ ഇത് AC റൂമാണ്. എന്തൊരു തണുപ്പ് കൂടെ കയറിയോ. ഏത് വേനൽക്കാലത്തും ഇതിനുള്ളിൽ വന്നാല് ഏത് തണുപ്പാണ്. അതായത് ഈ മരം കൊണ്ടുള്ള പിന്നെ ചുമരിന്റെ ഇവിടുന്ന് വലുക്കത്ത് വരെ കാണണ്ടേ. ചുമരിന്റെ കനം കൊണ്ടും പിന്നെ ഈ മരം കൊണ്ടുള്ള തട്ടും പിന്നെ ഈ മണ്ണിന്റെ പ്രത്യേകത അല്ല, ചുമര് മണ്ണിന്റെ ചുമരായതുകൊണ്ട് ഇവിടെ നമുക്ക് AC ഒന്നും വേണ്ട. ഇപ്പൊ ഇവിടെ ഞങ്ങൾ കയറിയപ്പോ തന്നെ AC. മേളിലേക്കുള്ള കോണിപ്പടി. ഇത് എന്ത് റൂമാ? ഇത് അപ്സ്റ്റെയറിലുള്ള ഇത് മരമായിരുന്നു മേലോട്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ പഴയകാല അപ്സ്റ്റെയർ റൂമാണ് ഈ കാണുന്നത്. പണ്ടെങ്ങനെയാണ് മരം കൊണ്ടുള്ള അറയും നിരയൊക്കെ. ഇവിടുന്ന് ഇങ്ങോട്ട് മേലോട്ട് ഒരു കോടി. ഈ മോളത്തെ മരങ്ങളെ കൊണ്ടാണ് ആ വീട്. ഇതിന്റെ മുകളിലെ മരങ്ങൾ കൊണ്ടാണോ ആ വീടുണ്ടാക്കിയത്? അപ്പൊ അത്രയ്ക്ക് തട്ടുണ്ടായിരുന്നു. മരമല്ലേ അന്നത്തെ മരമല്ലേ? കള്ളത്തരം ഒന്നുമില്ലല്ലോ. അല്ല അല്ല, കള്ളവും ഇല്ല ചതിയില്ലാത്ത കാലമല്ലേ. ഓവറ എന്നാണോ പറയുന്നത്? ഇത് പഴയ കാലത്തെ മൂത്രപ്പരയാണ്. ഓവറ എന്നാണ് അന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ മുറികളും അതിനോട് ചേർന്ന് ഓവറയും എല്ലാം ഉള്ള. ഇതാണ് പഴയ പൂജാമുറി. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ പഴയ കാലത്ത് അരി ആട്ടിയിരുന്ന കല്ലുകളാണ്. ഇങ്ങനെ ചലച്ചിത്ര ശബ്ദരേഖ. പിന്നെ രാവിലെ ഇഡ്ഡലിക്കുള്ള അരി ആട്ടുന്ന സാറാട്ടുവോ? എല്ലാരും ഇതും അത് തന്നെയാ. ഇതൊക്കെ അരി ആട്ടുന്ന കല്ലും. പണ്ട് കാലികൾക്ക് വെള്ളം കൊടുക്കുന്നതാണ് തൊഴുത്തില്. കൽത്തൊട്ടിയാണ്. അത് ഈ സ്നേഹതീരത്തെ എന്നുള്ള സിനിമ 2002 നെടുമുടി വേണുവിന്റെ വീടായിട്ട് ഈ ഇല്ലമായിരുന്നു അല്ലേ? നെടുമുടി വേണു ഭാര്യ മറ്റേ ജയപ്രദയായിരുന്നു. ഭാര്യ കുഞ്ചാക്കോ എല്ലാരും ഇവിടാണ് ഷൂട്ടിംഗ് നടന്നത്. വർഷം പഴക്കമുള്ള ഈ പാലശ്ശേരി മനയുടെ ചരിത്രവും ഇവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഈ പാലശ്ശേരി മനയുടെ പുതിയ ഇല്ലവും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ പുരാവസ്തു ശേഖരവും പുരാരേഖകളും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.